യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദവചന ഭാഗങ്ങൾ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവം നമുക്ക് നൽകിയതായ ഒരു നിലയുണ്ട്, അഥവാ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ദൈവ മക്കൾ നമ്മളായി തീർന്നു എന്നുള്ളതാണ്. ഈ ഒരു ദൈവമക്കൾ എന്നുള്ള പദവിയിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. പക്ഷേ അതിൻ്റെ ആഴം എന്താണെന്നോ അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നതെന്നും പലരും ചിന്തിക്കാറില്ല. തീർച്ചയായിട്ടും ഈ ഒരു വചനഭാഗങ്ങളിൽ നിന്നും നമ്മൾ ചിന്തിക്കുന്നത് അപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം വ്യത്യാസപ്പെടുത്തുവാനും ദൈവമക്കൾ എന്നുള്ളതായ ആ കാഴ്ചപ്പാടിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ചെല്ലുവാനും സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വേദഭാഗം നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അതായത് നമ്മളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മളോട് പറയുന്ന 2 പേരുണ്ട്. അതിൽ ഒരാൾ നമ്മളുടെ ആത്മാവ് തന്നെയാണ്, എന്നാൽ മറ്റൊരാൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് കൺഫേം ചെയ്ത് പറയുന്നു, നീ ദൈവത്തിൻ്റെ മകനാണ്. നോക്കൂ, അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റസിൽ, ആ ഒരു നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവം നമുക്ക് പിതാവായിട്ടുണ്ട്. ആ പിതാവായ ദൈവത്തെ പ്രസാദിപ്പിച്ച് ആ പിതാവ് പറയുന്നതിനനുസരിച്ച് ജീവിക്കണം എന്നുള്ളതായ വലിയൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. നിർഭാഗ്യവശാൽ പറയട്ടെ, അനേക ക്രൈസ്തവർക്കും ഇതില്ല എന്നുള്ളതാണ് വളരെ ഖേദത്തോടുകൂടെ നമുക്ക് ചിന്തിക്കാനും പറയാനുമുള്ളത്. ഞാൻ ഈ സന്ദേശങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ കേൾക്കുവാനും അവരുടെ ജീവിതത്തിൽ കാതലായ വ്യത്യാസം നിങ്ങൾ വരുത്തണമെന്ന് പറയുവാനും വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഈ വചനഭാഗങ്ങൾ നിങ്ങൾ നന്നായി ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെയധികം അനുഗ്രഹപ്രദമായി തീരും. റോമാലേഖനം 8:17 നമ്മളിങ്ങനെ വായിച്ചു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നോക്കൂ, നമ്മളെല്ലാവരും തന്നെ ക്രിസ്തുവിന് കൂട്ടവകാശികളാണ്. ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ഒരു പ്രമാണിയായ ഒരു ചെറുപ്പക്കാരൻ അവൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്തു ചെയ്യണം? ഇവിടെ അവകാശമാക്കുക എന്ന് താൻ പറയുമ്പോൾ തന്നെ ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത് അതേ ദൈവത്തിൻ്റെ അവകാശിയായി തീരേണ്ടതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞതായ മറുപടി നമുക്ക് താഴോട്ട് വായിക്കാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു അവനോട് പറഞ്ഞതായ കാര്യം, നീ കൽപ്പനകളെ അനുസരിക്കണം എന്നുള്ളതാണ്. ഈ കൽപ്പനകൾ ഒരു വ്യക്തിക്ക് അനുസരിക്കണമെങ്കിൽ അവൻ എന്തായിത്തീരണം, അവൻ എങ്ങനെയായിത്തീരണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് അവകാശമാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ലെന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. മറിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന സത്യം, അതേ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു. അതായത് നമ്മൾ ആയിത്തീരുക എന്നുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ ഭവനത്തിൽ ആയിത്തീരുക എന്നുള്ളതാണ് അവകാശിയാകുവാനുള്ള പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തെങ്കിലും ചെയ്യുന്നതിലല്ല നമ്മൾ അവകാശികളായി തീരുന്നത്, അല്ലെങ്കിൽ നിത്യജീവൻ നമുക്ക് അവകാശമായി തീരുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ ആയിത്തീരുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിലേക്ക് നമ്മൾ ആയിത്തീരുന്നത് കൊണ്ട്, ദൈവഭവനത്തിൽ നമ്മൾ ആയിത്തീരുന്നത് കൊണ്ട്. നോക്കൂ, അതാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഈ പ്രമാണിയോട് പറയുന്നത്. അതെ, നിത്യജീവനെ അവകാശമാക്കുവാൻ നീ ഒന്നും ചെയ്യേണ്ട, നീ ചെയ്യേണ്ടത് കൽപ്പനകളെ പാലിക്കുക. കൽപ്പനകളെ പാലിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവൻ പറയുന്നു, ഞാൻ ചെറുപ്പം മുതൽ കൽപ്പനകളെ പാലിച്ചു വന്ന ഒരുവനാണ്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് കൽപ്പനകളെ പാലിക്കേണ്ടതായിട്ടില്ല. ഇന്നും അനേകർ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ ചെറുപ്പം മുതൽ ബൈബിൾ വായിക്കുന്ന ആളാണ്, ഞാൻ ചെറുപ്പം മുതൽ പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ ചെറുപ്പം മുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞതായൊരു കാര്യമുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവൻ വേദനിച്ച് പ്രയാസപ്പെട്ടു മടങ്ങിപ്പോയി എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിനർത്ഥം കൽപ്പനകളെ പാലിക്കുന്നു എന്ന് പറയുകയും ജീവിതത്തിൽ ആ കൽപ്പനകളെ പ്രമാണിക്കുന്നതിൻ്റെ യാതൊരു തെളിവും
അവന് ഇല്ലാതിരിക്കുമ്പോൾ അവൻ വേദനിച്ചു, അവൻ വളരെ പ്രയാസപ്പെട്ടു. തനിക്കിപ്പോൾ ബോധ്യമായി തീർന്നു, എൻ്റെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നില്ല. നോക്കൂ, ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ പ്രവൃത്തി നിമിത്തമല്ല, മറിച്ച് നാം ദൈവഭവനത്തിൽ ആയിത്തീരുമ്പോഴാണ് നമുക്ക് ദൈവഭവനത്തിൽ പിതാവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പല ആളുകളും ഈ ഒരു മേഖലയിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. അതായത് അവർ വളരെയധികം പ്രയാസപ്പെടുന്നു. അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് പലപ്പോഴും അറിയില്ല. അതുകൊണ്ട് അവർ മറ്റുള്ളവർ കാണിച്ച് കൊടുക്കുന്നതായ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവർ നോക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു ദീർഘയാത്ര നടത്തുക, ഒരു പുണ്യസ്ഥലം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് കടന്നു പോവുക, ഒരു നേർച്ച അർപ്പിക്കുവാൻ എവിടെയെങ്കിലുമൊക്കെ ഓടിച്ചെല്ലുക. ഇതൊക്കെ മനുഷ്യൻ പ്രവൃത്തിയാൽ ആയിത്തീരാൻ ശ്രമിക്കുന്നതായ കാര്യമാണ്. പക്ഷേ ദൈവവചനം പറയുന്നു, നമുക്ക് അങ്ങനെ ആയിത്തീരുവാൻ കഴിയത്തില്ല. മറിച്ച് നമ്മൾ ദൈവഭവനത്തിലേക്ക് ആയിത്തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് അവകാശം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവഭവനത്തിനായിത്തീരുന്നത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്ന് പറയുമ്പോൾ അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, പ്രദേശ വ്യത്യാസമില്ല. എല്ലാവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. ഇത് ആയിത്തീരുന്നതാണ്. യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ കർത്താവും ദൈവവും രക്ഷകനും ആയി ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ അവൻ ആയിത്തീരുന്നതായ അനുഭവമാണ് ഈ ഒരു അനുഭവം. ആ അനുഭവത്തിൽ സംഭവിക്കുന്നതാണ് അവന് ലഭിക്കുന്നതായ അവകാശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും ആകുന്നു. 1 കൊരിന്ത്യരുടെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ, അപ്പൊല്ലോസോ, കേഫാവോ, ലോകമോ, ജീവനോ, മരണമോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. ഇവിടെ നിങ്ങൾക്കുള്ളത് എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള നന്മകളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്നതായ വ്യക്തികളുണ്ട്: പൗലോസ്, അപ്പൊല്ലോസ്, കേഫാവ്, ലോകമോ, ജീവനോ, മരണമോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. അതായത് ദൈവത്താൽ നിങ്ങൾക്കിതെല്ലാം ലഭിച്ചിരിക്കുന്നു. അതെങ്ങനെയാണ്? നാം ദൈവത്തിൻ്റെ മക്കൾ ആകുക വഴി. എന്നിട്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്: നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയയില്ല. നോക്കൂ, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം: നമ്മെ പിതാവായ ദൈവം യേശുക്രിസ്തുവിന് നൽകിയിരിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിന് നൽകിയെങ്കിൽ നമ്മൾ ആരുടേതാണ്? നമ്മൾ യേശുക്രിസ്തുവിൻ്റേതാണ്. നമ്മൾ ഒരു കളിപ്പാട്ടം ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് അതിനെക്കുറിച്ച് എന്താ പിന്നീട് പറയുന്നത്? ഇതെൻ്റെ കളിപ്പാട്ടമാണ്. കാരണം ഈ കളിപ്പാട്ടം അവൻ്റെ പേരൻസ് അവന് വാങ്ങിച്ചു കൊടുത്ത സമയം മുതൽ അവൻ പറയുന്നു, ഇനി ഇത് എൻ്റേതാണ് എന്ന് പറയുന്ന പോലെ കർത്താവ് യേശുക്രിസ്തു എന്താ പറയുന്നത്? ഈ വ്യക്തി ഇനി മുതൽ എൻ്റേതാണ്. കാരണം എൻ്റെ പിതാവ് എനിക്കത് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്, നമ്മൾ ക്രിസ്തുവിനുള്ളവർ ആണ്. യോഹന്നാൻ 6:39 നമ്മളിങ്ങനെ വായിക്കുന്നു: അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അപ്പോൾ നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ യേശുവിൻ്റെതാണ്, അല്ലെങ്കിൽ യേശുവിനാൽ നമ്മൾ നേടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നശിച്ചു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതേപോലെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ യേശു സംസാരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും പിതാവായ ദൈവത്തിൻ്റെതായിരുന്നു. ദൈവത്തിനടുക്കിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ തിരുഹിതത്തിൽ നമ്മൾ ഉണ്ടായിരുന്നപ്പോൾ, നമ്മൾ പിതാവായ ദൈവത്തിനുള്ളവരായിരുന്നു. അതേപോലെ തന്നെ ദൈവം അവരെ, അതായത് നമ്മെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിന് കൊടുത്തു. അതാണ്, യേശുക്രിസ്തുവിനെ നമ്മൾ കൈക്കൊള്ളുമ്പോൾ വാസ്തവത്തിൽ പിതാവായ ദൈവം നമ്മെ യേശുക്രിസ്തുവിനെ ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടവരായ ആളുകൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനായി
നിയമിക്കപ്പെട്ട ആളുകൾ അവർ ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ പ്രത്യേകത അവർ വചനം പ്രമാണിക്കുന്നവരാണ്. അപ്പോൾ നിത്യജീവനെ അവകാശമാക്കുന്നതായ വ്യക്തികൾ കൽപ്പന അനുസരിക്കണം. ദൈവവചനപ്രകാരം അവർ ജീവിക്കണം. അവർ ദൈവവചനം പ്രകാരം ജീവിക്കുന്നത് അവർക്കുള്ള ഒരു അസൈൻമെൻ്റ് എന്നവണ്ണമല്ല, അവർ ചെയ്യേണ്ടതായ ഡ്യൂട്ടി എന്നവണ്ണമല്ല, മറിച്ച് അത് അവരുടെ ജീവിതത്തിൻ്റെ ശൈലി ആവുകയാണ് എന്നുള്ളതാണ്. ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്നുള്ളത് അത് അവൻ്റെ ഒരു ദിനചര്യ പോലെയാണ്. അതൊരിക്കലും ഒരു കൽപ്പനയായിട്ട് അവൻ ചെയ്യുന്ന കാര്യമല്ല, അതൊരിക്കലും ഒരു നിർബന്ധം എന്ന പോലെ അവൻ ചെയ്യുന്ന കാര്യമല്ല. അത് ഒരു ചെരുപ്പ് ഓരോ ദിവസവും ഉണ്ടാക്കുന്നത് പോലെ, അതേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ഓരോ ദിവസവും നമ്മൾ വളരെ അധികം കൃത്യതയോടുകൂടി ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊണ്ടുള്ളത് വളരെ ദിനചര്യ എന്ന് വേണം നമ്മൾ ചെയ്തു പോരേണ്ട കാര്യമാണ്. അത് വളരെയധികം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ യാന്ത്രികമായിട്ട് തന്നെ സംഭവിക്കേണ്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ദൈവത്തോടുള്ള വചനത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദൈവഭവനത്തിൽ ആകുന്നതായ അനുഭവം അവരുടെ ജീവിതത്തിലുണ്ടാകും. ഇന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആകുന്നതായ അനുഭവമാണ് വേണ്ടത്. ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് ഞാൻ ദൈവത്തിലേക്ക് ചെല്ലുന്നു എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ടത്, മറിച്ച് അവൻ്റെ ഭവനത്തിൽ ആകുക വഴി, അവൻ്റെ അതേ നേച്ചർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക വഴി തീർച്ചയായിട്ടും നമുക്ക് ഈ ദൈവഭവനത്തിലെ ആ ജീവിത ശൈലിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ധൈര്യമായി പറയാൻ സാധിക്കും, നമ്മൾ ഓരോരുത്തരും ദൈവഭവനത്തിൻ്റെ അവകാശിയാണ്. നമ്മൾ ആദ്യം വായിച്ച പോലെ, ആ പ്രമാണി ചോദിച്ചതുപോലെ, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നോക്കൂ, അവകാശമാക്കുവാൻ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് നാം ദൈവഭവനത്തിൽ ആവുക എന്നുള്ളതാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോടെല്ലാം ഞാൻ പറയട്ടെ, കർത്താവായി യേശു ക്രിസ്തുവിന് നമ്മെ ഓരോരുത്തരെയും പിതാവായി ദൈവം നൽകിയിരിക്കുക. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണമെന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യ എന്നവണ്ണം ആയിത്തീരട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞാൻ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ അവകാശി എന്നവണ്ണം, ക്രിസ്തുവിനോട് കൂടെയുള്ള കൂട്ടവകാശി എന്നവണ്ണം ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെയും ദൈവവചനത്തെ അനുസരിച്ച് ജീവിപ്പാനും ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.